ആക്ച്വലി ഞാൻ ഒത്തിരി ഡിപ്രഷനിൽ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുജ മേഡത്തിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണുകയും ആ ക്ലാസ്സിൽ കൂടി ഇപ്പൊ ഞാൻ ഇത് രണ്ടാമത്തെ മാസമാണ്. ആ ക്ലാസ്സിൽ കയറി ഒരു ആഴ്ച കൊണ്ട് തന്നെ ഞാൻ എന്റെ ഡിപ്രഷന്റെ ടാബ്ലറ്റ് നിർത്തി. കാരണം ഞാൻ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഒത്തിരി ഡിപ്രഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജനുവരിയിൽ അമ്മ മരിച്ചു കഴിഞ്ഞ് പിന്നെ എന്റെ ഡിപ്രഷൻ ഡബിൾ ആവുമായിരുന്നു. അപ്പൊ രണ്ടു നേരം ടാബ്ലറ്റ് ആയിരുന്നു. അത് ഒന്നേ കൊണ്ടുവന്നിട്ട് ആ ഒരു നേരം കൂടെ ഉള്ളത് ഞാൻ നിർത്തി. അല്ലാതെ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കാറേ ഇല്ലായിരുന്നു. കാരണം പണ്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞില്ലേ. എല്ലാരും പറയും ഹാപ്പി ആണെന്ന്. എന്റെ സ്വന്തം അനിയത്തി തന്നെ 9 PM ക്ലാസ്സിലുണ്ട്. ഷിബി എന്നാ പേര്. എന്റെ കൂട്ടത്തിലുള്ള 2 പേര് ഹിന്ദിക്കാരും കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇതില് ഞാൻ എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമാണ്. ഞാൻ സുജ മേഡത്തിനെ കണ്ടതും സംസാരിക്കാൻ പറ്റിയതും ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസിനസ് വളരുന്നില്ലായിരുന്നു. ബിസിനസ്സിൽ ഒത്തിരി പ്രശ്നങ്ങളും വളരുന്നില്ലായിരുന്നു. കോടികൾ എനിക്ക് കടമായിരുന്നു. അതിൽ കൂടി ഞാൻ റിക്കവർ ചെയ്യാൻ തുടങ്ങി. 6 ലക്ഷം രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ലോക്ക്ഡൌൺ ടൈമിൽ എന്റെ അത് 1.5 ലക്ഷത്തിന് വന്നു, അടച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇതിൽ കൂടി സംഭവിച്ചു. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. എല്ലാ ക്ലാസ്സിലും എനിക്ക് അറ്റൻഡ് ചെയ്യണം. ടീച്ചറിൽ കൂടി ഇനി മുമ്പോട്ട് പോകണം. ബിസിനസ്സും വരുന്നുണ്ട്. ബിസിനസ്സിൽ ആൾക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട്. താങ്ക് യു. ഈ ടീച്ചറെ കണ്ടില്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് പോയി ഞാൻ ഡിപ്രഷനിലായിട്ട് സൈക്കാട്രിസ്റ്റിന് അഡ്മിറ്റ് ആയിട്ടതായിട്ട് വന്നേന്. താങ്ക് യു. വെരി ഗുഡ്.